താങ്ക് യു. ഞാൻ ആദ്യം ശ്രീ ജോർജ് ജോസഫ് സാറിലേക്കാണ് പോകുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഈ പോലീസ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള പോലീസ് പറയുന്നുണ്ട്, ഓപ്പറേഷൻ ആഗിലൂടെ 8000-ലധികം ഗുണ്ടകളെ ജയിലിലാക്കാൻ പോലീസിന് സാധിച്ചുവെന്ന്. ഈ പറയുന്നതിന്റെ ഇത് പറഞ്ഞ് തൊട്ടടുത്തയാഴ്ചയാണ് നമുക്കറിയാം തലസ്ഥാന നഗരിയിലടക്കം ബോംബാക്രമണം ഉണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും സമാനമായ സംഭവം തൃശൂരിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഇത്തരത്തിലൊരു സംഭവം. ഗുണ്ടാ നേതാവ് ആവേശം മോഡൽ സിനിമയിൽ അതേപോലെ റീലിനു വേണ്ടി പാർട്ടി നടത്തി നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ സമാന സംഭവം വീണ്ടും തൃശൂരിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണ്ടാ നേതാവ് പാർട്ടി നടത്തിയിരിക്കുകയാണ്, അതും പോലീസിന്റെ മൂക്കത്തിന് താഴെ. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സന്തോഷമുള്ള കാര്യം, ആ പാർട്ടി പൊളിക്കാൻ പോലീസിന് സാധിച്ചു. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള ഗുണ്ടകൾ വിലസുന്നു നമ്മുടെ നാട്ടിൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറം ഈ വിഷയം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ തന്നെ കാരണം 16ഓളം കുട്ടികളാണ് ഇതിൽ ഇരകളാകുന്നത് എന്നുള്ളതാണ്. ഈ കുട്ടികളാണ് ഈ ഗുണ്ടാ നേതാക്കന്മാർക്കൊക്കെ ആരാധകരായി ഇതിലേക്ക് എത്തുന്നത്. എന്താണ് പറയാനുള്ളത്? ഇത് ഏതായാലും പോലീസ് പൊളിച്ചു, നന്നായി. തൃശ്ശൂർ തെക്കേ നടയിലാണ് ഈ ഗുണ്ടയുടെ ജന്മദിന ആശംസ നേരാനും കേക്ക് മുറിക്കാനും ഒക്കെ ആവേശം സിനിമ മോഡലിൽ അവർ തയ്യാറായത്. അത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഏതായാലും സ്പോട്ടിൽ 32 പേര് വന്നു. അതിലെ 16 പേര് മേജറായിരുന്നു, 16 പേര് മൈനറായ കുട്ടികളാണ്. പോലീസ് എന്തായാലും ഇത് മനസ്സിലാക്കി സമയോചിതമായി ഇടപെട്ടു. 4 പോലീസ് ജീപ്പ് വന്ന് ഇവരെ എല്ലാവരും റൌണ്ട് ചെയ്തു. അപ്പൊ അതില് 16 കുട്ടികൾ മൈനറാണ്, ശിശുക്കളാണ്. അവിടെയാണ് ഈ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് സിനിമാ നടന്മാരോടും അങ്ങനെയുള്ളവരോടൊക്കെ വലിയ ആരാധന ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ സംസ്ഥാനത്തെ കഴുത്തുപൊട്ടുന്നതും കാലുപൊട്ടുന്നതും ക്രിമിനലുകളോട് ആണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒരു ആവേശം മൂത്ത് വരുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽസിന് അനുകൂലമായി അല്ലെങ്കിൽ ക്രിമിനൽസിനെ ഇതുപോലെ കുട്ടികൾ ആരാധിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമ അതിലൊരു പ്രത്യേക ഘടകം തന്നെയാണ്. ചാനലിൽ കൂടെ വരുന്ന, TV കൂടെ വരുന്ന എല്ലാ സിനിമകളും ഇപ്പോഴ് നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സിനിമകളാണ്. അതിനൊക്കെ എങ്ങനെയാണ് A സർട്ടിഫിക്കറ്റോ അല്ലെ S സർട്ടിഫിക്കറ്റ്, AU സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 2 സിനിമ കണ്ടു. അപ്പോൾ അതിനകത്ത് ഒന്ന് കണ്ണൂർ സ്ക്വാഡ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടൻ മമ്മൂട്ടിയാണ്. കണ്ണൂർ സ്ക്വാഡിനകത്ത് പോലീസ് എങ്ങനെയാണ് ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്നും നഖം വലിച്ചെടുക്കുന്നവരെയൊക്കെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ എന്റെ വീട്ടിൽ ഇത് കണ്ടപ്പം കൊച്ചുകുട്ടികളുണ്ട്. അന്നേരം ഞങ്ങൾ TV ഓഫ് ചെയ്തു. അപ്പൊ കണ്ണൂർ സ്ക്വാഡ് കുട്ടികൾക്കെല്ലാം കാണാനുള്ള ഒരു ആഗ്രഹം കൂടുതലാണ്. മനുഷ്യനെ പീഡിപ്പിക്കുന്നത് എങ്ങനെ, അവരെ ഉപദ്രവിക്കുന്നത് എങ്ങനെ, മർദ്ദിക്കുന്നത് എങ്ങനെ, അവരെ നഖം ഊരിയെടുക്കുന്നത് എങ്ങനെ, ഇതൊക്കെ ആ സിനിമയ്ക്കകത്ത് കാണുന്നു. ഏതായാലും മലയാളത്തിലെ ഏറ്റവും എല്ലാവരും ബഹുമാനിക്കുന്ന മമ്മൂട്ടിയെ പോലെയുള്ള ഒരാള് ഒരിക്കലും ഇതുപോലെയുള്ള സിനിമകൾ അഭിനയിക്കാൻ പാടില്ല. മമ്മൂട്ടി, മോഹൻലാലും അതുപോലെയുള്ള, അല്ലെങ്കിൽ സുരേഷ് ഗോപി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ നടന്മാര് ആരും ഇതുപോലുള്ള മെസ്സേജ് കൊടുക്കരുത്. കാരണം അവരെയൊക്കെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു വർഗം തന്നെയാണ് സ്കൂൾ കോളേജ് ലെവലിലുള്ള കുട്ടികൾ. അപ്പൊ അവര് ഇത് അഭിനയിച്ച് കാണിക്കുന്നെന്ന് പറയുമ്പം അത് അനുകരിക്കാനുള്ള ശ്രമം തന്നെയാണ്. അതാണ് നമുക്ക്. അതുപോലെ അയ്യപ്പനും കോശിയും എല്ലാവരും വലിയ പ്രകൃതി സംസാരിക്കുമെങ്കിലും ഒരു മനുഷ്യൻ അല്ലെ കുട്ടികളുടെ മനസ്സിലെ പകയുടെ വിത്ത് വിതർന്നതാണ്, വൈരാഗ്യത്തിന്റെ വിത്ത് വിതർന്നതാണ്, വിഷം കുത്തിവെക്കുകയാണത്. ഒരു കാലത്തും മരണം വരെയും ആ വൈരാഗ്യം മനസ്സിൽ നിന്ന് പോകാതിരിക്കാനുള്ള ഒരു കഥാതന്തുവാണ്. ഞാൻ അടുത്ത ദിവസമാണ് അത് കാണുന്നത് തന്നെ. അപ്പം ഇതുപോലുള്ള സിനിമകള് വളരെയധികം സ്വാധീനം കൊച്ചുകുട്ടികളിൽ മുതൽ അങ്ങ് പെടുത്തുന്നതാണ്. അതാണ് ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന ഈ വയലൻസിന്റെ മെയിൻ ഒരു കാരണം. SFI അല്ലെങ്കിൽ DYFI അതുപോലെയുള്ള സംഘടനകൾ കോടതി കാണിച്ചു കൂട്ടുന്നത്, അല്ല സ്കൂളിലും കോളേജിലും കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഓപ്പണായിട്ട് പറയാതിരിക്കാൻ പറ്റൂല. സിദ്ധാർത്ഥന്റെ മരണം, എത്ര മരണമായി നമ്മളിത് കാണുകയാണ്. പലർക്കും പല പരിക്കുകളേറ്റ് കാലും കൈയും പോയവര് ധാരാളമുണ്ട്. അവരാരും ഇത് വെളിയിൽ പറയുന്നില്ലെന്ന് പേടിച്ചിട്ട്. അവ നമ്മള് സമൂഹത്തില് ഈ സിനിമയും ഇതുപോലെയുള്ളതെല്ലാം കണ്ടും കേട്ടും അവർക്ക് ഈ അടിപിടി നടത്തുന്ന ഗുണ്ടകളോടും അതുപോലെ പ്രവൃത്തി ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ മക്കളോടും അല്ലെ രാഷ്ട്രീയ പയ്യന്മാരോടും
ഒരു സ്നേഹവും ബഹുമാനവും ആരാധന കൂടുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. ശരി. എന്താണ് ഇവർക്കൊക്കെ മനസ്സിലിരിക്കുന്നത് നമുക്ക് ആ ഓരോ പ്രവൃത്തിയിൽ നിന്നല്ലേ മനസ്സിലാവുകയുള്ളൂ. ഒരാളെ കൊണ്ടിട്ട് പീഡിപ്പിക്കുക, അവനെ ചോദ്യം ചെയ്യുക, അവനെ കസ്റ്റഡി 3-4 ദിവസം പട്ടിണിക്കിട്ടിട്ട് അവനെ നിരന്തരം പീഡിപ്പിക്കുകയും അവനെ മരണം വരെ പീഡിപ്പിക്കുന്ന സംഭവം നമ്മൾ കണ്ടു. എന്നിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ കർത്താക്കളോ ആരും അതിന് താഴെ. രാഷ്ട്രീയം നിർത്തണം നമ്മുടെ കോളേജിൽ, അതിന് യാതൊരു മാറ്റവും ഇല്ല. തീർച്ചയായും. കാരണം അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പഠിച്ചിട്ട് പോട്ടെ, രാഷ്ട്രീയത്തിൽ വെളിയിൽ കിടന്ന് കളിച്ചോട്ടെ. അതിലോട്ട് കാര്യങ്ങൾ മാറണം നമ്മൾ ഇനി. കാരണം ഇപ്പോഴത്തെ ആ ഗുണ്ടാ നേതാവിന്റെ നേരത്തെയുള്ള ആ ആവേശത്തിനകത്ത് നമ്മൾ കണ്ടല്ലോ, അതിനകത്ത് എത്രയോ കുട്ടികളാണ് അവിടെ നിൽക്കുന്ന ആ കുറ്റൂര് ആ കോൾപ്പാടത്ത് നിൽക്കുന്ന കാണുന്ന കാഴ്ച. ഗുണ്ടകളെയാണ് ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രജ്ഞന്മാരെയോ മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇന്ത്യയുടെ ചരിത്ര പുരുഷന്മാരെയോ ഒന്നും അല്ല നോക്കുന്നത്. ഇപ്പോഴേറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നതും കാലുവെട്ടുന്നതും രക്തം മാർന്നൊഴുകുന്ന കാണുമ്പോഴൊക്കെ കുട്ടികൾ അതാണ് അതിലേക്ക് അങ്ങ് അട്രാക്ഷൻ ആയിട്ട് അതിലേക്ക്. തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. പക്ഷെ അപ്പോഴും അവിടെ ഒരു ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനമായി സിനിമകൾ മാത്രമാണോ വില്ലനാകുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഗുണ്ടകളെ പിടിച്ച് ലോക്കപ്പിലിടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ